ഹായ് ബഡീസ്, ഞാൻ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. ആക്ച്വലി ഇത് പുതിയതല്ല, കുറച്ച് പഴയതാണ്. എല്ലാ വ്ളോഗേഴ്സിനും പോലെ ഞാനും കുറച്ച് ഡിലേ ആയി. ഇത് നമ്മുടെ ശിവഗിരി തീർത്ഥാടന അവിടെ ഒരു നമ്മുടെ ഉത്സവം അങ്ങനെയൊക്കെ പോലൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയാനൊന്നും അറിയത്തില്ല. അപ്പം അവിടെ ഞാൻ പോയപ്പോൾ എടുത്ത ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഈ കച്ചവടമൊക്കെ നടക്കണ ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലത്ത് എനിക്കിങ്ങനെ പോയി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ബൺമസ്ക അവിടെ വെച്ചാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതെന്ത് ചോക്ലേറ്റ് ഫ്ലേവറാണ്, എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, ബട്ട് ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ മത്സ്യകന്യകയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് അതിൽ കയറി. പക്ഷേ അവിടെ ഞാൻ കണ്ടത് കുറച്ച് വേറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾക്കറിയാം, മീൻ എപ്പോഴും എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ അവിടെ കണ്ടു മീൻ, കുറേ ബേർഡ്സ്, പിന്നെ സ്നേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കണ്ടോ, എന്ത് വലിയ മീനാന്നറിയോ അവിടെയൊക്കെ. അയ്യോ, അത് നൈസായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഞാൻ വെച്ച് നമ്മളെ കൊച്ചു പിള്ളേരെ ഈ കളിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലേ, അതുപോലെ ഇരുന്നു എനിക്ക്. കണ്ടപ്പോൾ ഞാൻ വാവ് എന്നടിച്ചിരുന്നു. കണ്ടോ എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടോ, ഞാൻ വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ലവ് ബേർഡ്സ്, കോക്ടെയിൽസ്, അങ്ങനെ ഫിഞ്ച്, അങ്ങനെ കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ബേർഡ്സിന് പറയുന്നത് ഐ തിങ്ക് ഫിഞ്ച്, അതെ ഫിഞ്ച് എന്നാണ് തോന്നുന്നു ഇതിന് പറയുന്നത്. യെസ്, ഐ എം കറക്റ്റ്. അങ്ങനെ തെറ്റ് പറയാറുള്ളല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അത് പോട്ടെ. അങ്ങനെ ഞാൻ അടുത്ത ബേർഡിൻ്റെ അടുത്ത് പോയി. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ എൻ്റെ പട്ടിജോയാണ്, അതും എൻ്റെ കഴപ്പാണ്. വിരലല്ലല്ലോ, കൈ കൂട്ടിലിട്ടിട്ട് കടിക്കോ എന്ന് നോക്കുന്ന സംഭവമായിരുന്നു കേട്ടോ. അത് ടെസ്റ്റ് ചെയ്തേക്കുമായിരുന്നു. അടുത്തതാണ് മക്കളെ എൻ്റെ ഫേവറേറ്റ് സംഭവം, പേർഷ്യൻ കാറ്റ്സ്. അയ്യോ, ഇത് വന്നിട്ടാണ് നമ്മുടെ മത്സ്യകന്യക. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇത് ഞാൻ കാണുന്നത്. സോ നൈസായിരുന്നു, കാരണം അവരിങ്ങനെയൊക്കെ വന്നിട്ട് ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കും. അപ്പോൾ വെള്ളം ഇങ്ങനെ പോകുന്നൊക്കെ കണ്ടോ, അത് നൈസായിരുന്നു കേട്ടോ. രണ്ടുപേരുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. നെക്സ്റ്റ് വന്നിട്ട് അവരൊരു ചെറിയൊരു ഗോസ്റ്റിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര വലിയൊരു ഗുമ്മൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് കണ്ടുപോകാം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ എൻ്റെ സ്വയം ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നു. നമ്മളിടയ്ക്ക് നമ്മുടെ സ്വയം ഭംഗിയൊക്കെ ആസ്വദിക്കണം, മനസ്സിലായോ. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ പാനിപൂരി കഴിച്ചു. പക്ഷേ വലിയ ഗുമ്പിലായിരുന്നു, ഓക്കെ ആയിരുന്നു. അതും കഴിച്ച് അന്നത്തെ വ്ലോഗ് അവസാനിപ്പിച്ച് ഞാൻ വിട പറഞ്ഞു. ടാറ്റാ.